നമസ്കാരം. ഹിറ്റ്ലർ ഇംപീരിയൽ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു ഗുണം ഹിറ്റ്ലർക്ക് ഉണ്ടാവുകയാണ്. ജർമ്മൻ ഭാഷയോട് സ്നേഹമുള്ള രണ്ട് നേതാക്കളെ പരിചയപ്പെടാനുള്ള അവസരമാണ് ഹിറ്റ്ലർക്ക് ലഭിച്ചത്. ഒന്ന് ഷൂണറും മറ്റൊന്ന് ലീഗറുമാണ്. ലീഗർ ആ സമയത്ത് വീനയുടെ മേയറാണ്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള ലീഗറുടെ പാർട്ടി ബേസിക്കലായിട്ട് ഷൂണറുടെ പാർട്ടിക്ക് എതിരുമാണ്. ഷൂണറുടെ ഒരു അനുയായിയായി മാറിയ ഹിറ്റ്ലർക്ക് സ്വാഭാവികമായും ഒരു എതിർപ്പ് ലീഗറുടെ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു എതിർപ്പ് ലീഗറുടെ ഉണ്ടെന്നാണ്. പക്ഷെ ഒരു ദിവസം ടൗൺ ഹാളിൽ ലീഗറുടെ ഒരു പ്രസംഗം കേൾക്കാനുള്ള അവസരം ഹിറ്റ്ലർക്ക് കിട്ടി. ലീഗറുടെ പ്രസംഗം ശരിക്കും ഹിറ്റ്ലറിൽ ഒരു ചലനമുണ്ടാക്കുകയാണ്. വൻ സദസ്സാണ് ലീഗറുടെ പ്രസംഗം കേൾക്കാൻ ഉണ്ടായിരുന്നത്. ആ സദസ്സിനെ മുഴുവൻ ഉന്മാദ അവസ്ഥയിലേക്ക് പിടിച്ചുയർത്തുന്നതാണ് ലീഗറുടെ പ്രസംഗം. ഒരു പ്രാസംഗികന് ജനത്തെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഹിറ്റ്ലർ ആദ്യമായി മനസ്സിലാക്കുന്നത് ലീഗറുടെ പ്രസംഗം കാണുമ്പോഴാണ്. ആയിരക്കണക്കിന് ആളുകൾ ആവേശപൂർവ്വം ലീഗറുടെ ഓരോ വാക്കും ശ്രദ്ധിക്കുന്നത് ഹിറ്റ്ലർ അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയാണ് നോക്കിക്കേണ്ടത്. ലീഗറുടെ രാഷ്ട്രീയം എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അനവധി ആളുകൾ വീനയിൽ ആ സമയത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരത്തിന്റെ ഭാഗമായ ആളുകൾ, അവർക്കൊക്കെ അവസരങ്ങൾ ഒരുപോലെ ലഭിക്കണമെന്നാണ് മേയർ എന്ന നിലയിൽ ലീഗറുടെ അഭിപ്രായം. അതിനുവേണ്ടി മേയർ ഒരുപാട് ആക്ടിവിറ്റീസ് വീനയിൽ ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസിനോട് ഹിറ്റ്ലർക്കും താല്പര്യമാണ്. നല്ല നല്ല റോഡുകൾ ഉണ്ടാക്കുക, റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുക, ആ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുക, കോമൺ ബിൽഡിങ്ങുകളിലൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരിക. ഇലക്ട്രിസിറ്റി ആ സമയത്ത് ഇങ്ങനെ സജീവമായി വരുന്നതേ ഉള്ളൂ. വെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസാണ് ലീഗ് വിയന്ന മേയർ നിലയിൽ ആ കാലഘട്ടത്തിൽ ചെയ്യുന്നത്. അതിനോടൊക്കെ ഹിറ്റ്ലർക്ക് താല്പര്യമാണ്. പക്ഷേ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ആ ഭാഗം എത്തുമ്പോൾ ഹിറ്റ്ലർ പതുക്കെ തന്റെ ഇഷ്ടം ഷൂണർക്ക് നേരെ തിരിക്കും. ഷൂണർ പൂർണ്ണമായും ജർമ്മൻകാർക്ക് മേധാവിത്വമുള്ള ഒരു ഭരണത്തെ ആഗ്രഹിക്കുന്ന ആളാണ്. ഇതേ സമയത്ത് തന്നെ ഹിറ്റ്ലർ വേറെയും ചില രാഷ്ട്രീയ കക്ഷികളുടെ മീറ്റിങ്ങുകളിൽ പോകാറുണ്ട്. അത് ഡെമോക്രാറ്റിക് കക്ഷികളുടെ മീറ്റിംഗ് ആണ്. തൊഴിലാളികളുടെ മോശം അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ലീഡേഴ്സ് ആകാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നടത്തുന്ന പാർട്ടികളാണ്. ബേസിക്കലായിട്ട് കമ്മ്യൂണിസത്തിൽ അടിസ്ഥാനമായ പാർട്ടികൾ. കുറച്ചു ദിവസം ആ പാർട്ടിയുടെയൊക്കെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ഹിറ്റ്ലർക്ക് അവരോട് വ്യക്തമായ വ്യക്തിപരമായ എതിർപ്പുണ്ടാവുകയാണ്. ഹിറ്റ്ലർ മനസ്സിലാക്കിയ കാര്യം, നേതാക്കളായി വരുന്ന ആ തൊഴിലാളി പാർട്ടികളുടെ ആളുകൾ ആരും തന്നെ പണിയെടുക്കുന്നവരല്ല എന്നുള്ളതാണ്. തൊഴിലാളികളെ പട്ടിണിയിൽ നിലനിർത്തിക്കൊണ്ട് ആ പട്ടിണിയുടെ പേര് പറഞ്ഞ് ലീഡേഴ്സ് ആകാനുള്ള ഒരു ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് ആശയം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഉള്ളതെന്നൊരു തോന്നൽ ഹിറ്റ്ലർക്ക് ഉണ്ടാവുകയാണ്. കാറൽ മാർക്സിന്റെ ചിന്ത പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ആ ഭാഗത്തുള്ളത്. അവരോട് വ്യക്തിപരമായ ഒരു എതിർപ്പ് ഈ കാലഘട്ടത്തിലെ ഹിറ്റ്ലർക്ക് ഉണ്ടായി വരികയാണ്. അങ്ങനെ ഹിറ്റ്ലർ സമയം കിട്ടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകൾ കണ്ടും കേട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ 1908 ജൂണായി. ക്യുബിസിക്കിന്റെ രണ്ടാമത്തെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. 3 മാസത്തോളം വരുന്ന ഒരു നീണ്ട വെക്കേഷനാണ് ഇനി വരുന്നത്. ക്യുബിസിക് ലിൻസിലേക്ക് മടങ്ങാനായി തീരുമാനിക്കുന്നു. ക്യുബിസിക്കിനെ യാത്ര അയക്കാനായിട്ട് ഹിറ്റ്ലർ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ശരിക്കും സ്നേഹപൂർവ്വമാണ് ഹിറ്റ്ലർ സുഹൃത്തിനെ യാത്ര അയക്കുന്നത്. ക്യുബിസിക് ലിൻസിലേക്ക് മടങ്ങിയെങ്കിലും വീനയിൽ തുടർന്നിരുന്ന ഹിറ്റ്ലർ തുടർച്ചയായി എഴുത്തുകൾ ക്യുബിസിക്കിന് അയച്ചുകൊണ്ടേയിരുന്നു. ക്യുബിസിക്കിന് അയക്കുന്ന എഴുത്തുകളിൽ വീനയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വിശദമായി അഡോൾഫ് ഹിറ്റ്ലർ സൂചിപ്പിക്കുന്നുണ്ട്. വീനയിൽ വളർന്നു വരുന്ന അസംതൃപ്തി, ജൂതന്മാരുടെ വരവ്, അവർ പല മേഖലകളും ആധിപത്യം സ്ഥാപിക്കുന്നത്, ജർമ്മൻകാർ അവഗണിക്കപ്പെടുന്നു ഒക്കെ ആ നാളിൽ തന്നെ ക്യുബിസിക്കിന് എഴുതുന്ന എഴുത്തുകൾ ഹിറ്റ്ലർ സൂചിപ്പിച്ചിരുന്നു. ക്യുബിസിക് നാട്ടിലായിരിക്കുന്ന സമയത്താണ് അക്കാഡമി ഓഫ് ഫൈൻ ആർട്സിൽ അടുത്ത എൻട്രൻസ് എക്സാമിനേഷൻ വന്നത്. ഹിറ്റ്ലർ ആ എക്സാമിനേഷന് ജോയിൻ ചെയ്തു, പരീക്ഷ എഴുതി. പക്ഷേ ഇപ്രാവശ്യം ഹിറ്റ്ലർ ആ പരീക്ഷയിൽ ദയനീയമായി പൊട്ടി. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ഉറപ്പായും വിജയിക്കുമെന്നും ക്യുബിസിക് മടങ്ങി വരുമ്പോൾ രഹസ്യമായി ക്യുബിസിക്കിനെ അത്ഭുതപ്പെടുത്തണമെന്നൊക്കെ കരുതിയിട്ടാണ് ഹിറ്റ്ലർ ആ എൻട്രൻസ് എക്സാമിന് പങ്കെടുത്തത്. പക്ഷെ ആ പരീക്ഷയിലെ പരാജയം ഹിറ്റ്ലറെ വല്ലാതെ തകർക്കുകയാണ്. നന്നായി പടം വരയ്ക്കുന്ന ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ബേസിക് ടാലന്റ് തനിക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഹിറ്റ്ലറുടെ വിശ്വാസം.
ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിറ്റ്ലർ ഫൈൻ ആർട്സ് അക്കാഡമിയിൽ അപ്ലൈ ചെയ്തത്. അവർ ഹിറ്റ്ലർക്ക് പടം വരയ്ക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്രാവശ്യം റിജക്ട് ചെയ്തിരിക്കുന്നത്. ഹിറ്റ്ലറുടെ ആത്മവിശ്വാസം പൂർണ്ണമായി ഉലയ്ക്കുന്ന മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയെന്ന് കണ്ടപ്പോൾ ഹിറ്റ്ലർ പതുക്കെ അയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിൽ നിന്നും പിൻവലിയാനാണ് ആ അവസരത്തെ വിനിയോഗിച്ചത്. ഹിറ്റ്ലർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആരും അറിയാതെ രഹസ്യമായി വിയന്നയുടെ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി. ഈ സമയമായപ്പോൾ ഹിറ്റ്ലറുടെ കയ്യിലുള്ള പണം ഏതാണ്ട് തീർന്നു തുടങ്ങിയിരുന്നു. അമ്മയുടെ വിഹിതമായി കിട്ടിയ പണത്തിൽ നിന്ന് ഒരുപാട് പണം കഴിഞ്ഞ ഒരു വർഷമായി ഹിറ്റ്ലർ ചിലവഴിച്ചു കഴിഞ്ഞു. മാസം തോറും ലഭിക്കുന്ന 25 ക്രൗൺ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും ഹിറ്റ്ലർക്ക് പറ്റാത്ത സാഹചര്യമാണ്. എടുത്തിരിക്കുന്ന മുറിയുടെ വാടക കൊടുക്കണം, അതുപോലെ ദിവസവുമുള്ള ഭക്ഷണം, മറ്റു ചെലവുകൾ. ഹിറ്റ്ലർ തന്റെ ആത്മകഥയിൽ ഈ കാലഘട്ടത്തെ വരച്ചു കാട്ടുന്നത് പാലും ബ്രെഡുമായി ജീവിതം തള്ളി നീക്കിയ ദിനങ്ങളെന്നാണ്. അത് സത്യമാണ് താൻ. കയ്യിലെ പണം ഏതാണ്ട് തീരാറായപ്പോ ഹിറ്റ്ലർ പതുക്കെ ചെറിയ ജോലികൾ ചെയ്യാനായി തുടങ്ങുന്നതും ഈ സമയത്താണ്. കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ഹിറ്റ്ലർ പണിയെടുക്കാൻ എത്തിയത്. വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ വിയന്നയിൽ ഉണ്ടായി തുടങ്ങുന്ന കാലഘട്ടമാണ്. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പണിക്കാരനായി ഹിറ്റ്ലർ ചേരുന്നു. പക്ഷെ അവിടെ ഹിറ്റ്ലർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. വരുന്ന ആളുകളൊക്കെയും വിവിധ ഭാഷ സംസാരിക്കുന്ന വിവിധ സ്റ്റൈലിലുള്ള ആളുകളാണ്. അവർക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് കൂടുതലുള്ളത്. ഹിറ്റ്ലർക്കാണെങ്കിൽ ആ ചിന്താഗതിയോട് ഒട്ടും താല്പര്യമില്ല. സ്വാഭാവികമായും ഹിറ്റ്ലറും അവരും തമ്മിൽ നിരന്തരമായ സംഘടനം ഉണ്ടാവും. വാക്കുകൾ കൊണ്ടുള്ള സംഘർഷം അവസാനം വളർന്നു വന്ന് കൂറ്റൻ കെട്ടിടത്തിൽ ചില പണികൾ ചെയ്യുന്നതിനായി അവിടെ എവിടെയായിട്ട് ചില പ്ലാറ്റ്ഫോമുകൾ കെട്ടിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹിറ്റ്ലർ എടുത്ത് താഴേക്ക് എറിയും എന്ന് അവർ പറയുന്നതിലേക്ക് എത്തി. സ്വാഭാവികമായും ഹിറ്റ്ലർ ആ സ്ഥലത്തെ പണി അവസാനിപ്പിക്കുന്നു. സംഘർഷബാധിതമായ ഒരു സ്ഥലത്തു നിന്നുള്ള രക്ഷപ്പെടലായിട്ടാണ് ഹിറ്റ്ലർ അതിനെ സൂചിപ്പിക്കുന്നത്. 1908 അവസാനിച്ചപ്പോൾ ഹിറ്റ്ലറുടെ കയ്യിലുള്ള പണം ഏതാണ്ട് പൂർണ്ണമായും തീർന്നു. വല്ലപ്പോഴും ലഭിക്കുന്ന ജോലിയിൽ നിന്നും വളരെ ചെറിയ വരുമാനം മാത്രമാണ് ഉള്ളത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമായി മാറി. ഈ സമയത്ത് ഹിറ്റ്ലർ ഒരു അഗതി മന്ദിരത്തിലേക്ക് താമസം മാറ്റുകയാണ്. രാത്രി മാത്രമാണ് അവിടെ താമസിക്കാൻ അവസരം കിട്ടുക. രാത്രിയിൽ ഒരു ബെഡും കിട്ടും, ഭക്ഷണവും കിട്ടും. ഭക്ഷണം എന്ന് പറയാൻ ചെറിയ അളവിലാണ്. രാവിലെ പക്ഷെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം. പകൽ ഒരു കാരണവശാലും ആ അഗതി മന്ദിരത്തിലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഏകദേശം 1000-ഓളം ആളുകളാണ് ആ കാലഘട്ടത്തിൽ രാത്രിയിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ അഗതി മന്ദിരത്തിൽ ഒത്തുകൂടുന്നത്. എല്ലാവർക്കും ഓരോ കിടക്കയുണ്ട്. 1000 ആളുകൾക്കാണ് അവിടെ അവസരം ഉണ്ടായിരുന്നത്. അവിടെ കഴിയുന്ന സമയത്ത് ഹിറ്റ്ലർക്ക് ഒരു പുതിയ സുഹൃത്തിനെ ലഭിക്കുന്നു. റെയിൻഹോൾഡ് ഹാനിഷ് എന്നാണ് ആ സുഹൃത്തിന്റെ പേര്. അയാളും രാത്രി അവിടെ അന്തി ഉറങ്ങാൻ വരുന്നതാണ്. പകല് അയാൾ പണിക്ക് പോകും. പണിക്ക് പോകുന്നത് മിക്കവാറും ഏതെങ്കിലും കൃഷിയിടത്തിലായിരിക്കും. ധാരാളം കൃഷി വിയന്നയുടെ പ്രാന്തപ്രദേശങ്ങൾ ആ കാലഘട്ടത്തിലുണ്ട്. കൃഷിക്കാരോടൊപ്പം പകല് മുഴുവൻ കഴിയുന്ന ഹാനിഷ് മടങ്ങി വരുമ്പോൾ കൃഷിക്കാർ കൊടുത്ത ബ്രെഡും കൂടെ കാണും. അങ്ങനെ കൊണ്ടുവരുന്ന ബ്രെഡിന്റെ നല്ലൊരു ഭാഗം ഹാനിഷ് അടുത്ത ബെഡിലെ താമസക്കാരനായ ഹിറ്റ്ലറുമായി പങ്കുവയ്ക്കും. അങ്ങനെ പതുക്കെ അവര് സൗഹൃദത്തിലായി. ഹിറ്റ്ലർ ഫൈൻ ആർട്സ് അക്കാഡമിയുടെ സ്റ്റുഡന്റ് ആണെന്ന് ഇതിനിടയിൽ അയാൾ ഹിറ്റ്ലർ വഴി അറിയുകയാണ്. യഥാർത്ഥത്തിൽ ഫൈൻ ആർട്സ് അക്കാഡമിയിൽ ഹിറ്റ്ലർ എൻട്രൻസ് എഴുതിയിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷെ ഹിറ്റ്ലർ അയാളോട് പറയുന്നത് അയാൾ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ്. ഫൈൻ ആർട്സ് അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആണെന്ന് കേട്ടതും ഹാനിഷ് ഒരു ബിസിനസ് വർക്കൗട്ട് ചെയ്യാണ്. അയാൾ ഹിറ്റ്ലറോട് പറഞ്ഞു, നമുക്കൊരു ബിസിനസ് ചെയ്യാം. നിനക്ക് പടം വരയ്ക്കാൻ അറിയാമല്ലോ, നീ പടം വരയ്ക്ക്, ആ പടം ഞാൻ വിൽക്കാം, കിട്ടുന്ന ലാഭം നമുക്ക് ഈക്വലായി പങ്കുവയ്ക്കും. അത് കേട്ടപ്പോൾ ഹിറ്റ്ലർക്ക് സന്തോഷമായി. ഹാനിഷ് പറയുന്ന അളവിൽ ഹിറ്റ്ലർ പടം വരച്ചു തുടങ്ങുന്നത് അന്ന് മുതലാണ്. ആദ്യം പോസ്റ്റ് കാർഡ് വലിപ്പത്തിലാണ് പടം വരയ്ക്കുന്നത്. തുടർന്ന് കുറച്ചുകൂടി വലിപ്പമുള്ള പടങ്ങൾ. വരയ്ക്കുന്ന പടങ്ങൾ വിയന്നയിലെ പ്രസിദ്ധമായ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെതായിരിക്കാം, ഡാനൂബ് നദിയുടെ ആയിരിക്കാം, ഡാനൂബ് നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ ഇംപീരിയൽ ഹാളിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറ ഹൗസിൻ്റെതായിരിക്കാം. മനോഹരമായ ചിത്രങ്ങളാണ് ഹിറ്റ്ലർ വരച്ചുണ്ടാക്കുന്നത്. ആ ചിത്രങ്ങളുമായി രാവിലെ പുറത്തു പോകുന്ന ഹാനിഷ് വൈകുന്നേരം വരുമ്പോൾ അത് വിറ്റിരിക്കും. വളരെ നല്ലൊരു മാർക്കറ്റിലാണ് ഹാനിഷ്. പതുക്കെ അവർ രണ്ടുപേരുടെയും കയ്യിലേക്ക് കുറേശ്ശെ കാശ് വന്നു തുടങ്ങിയാണ്. കാശ് കുറേശ്ശെ വന്നു തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും അഗതി മന്ദിരത്തിൽ നിന്ന് താമസം മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ 1910 ഫെബ്രുവരി 9 ഹിറ്റ്ലറും സുഹൃത്തായ ഹാനിഷും മേൽമാൻ സ്ട്രെസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മെൻസ് ഹോമിലേക്ക് താമസം മാറ്റുകയാണ്. ഒരു വലിയ ലോഡ്ജാണെന്ന് പറയാം.
ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ലോഡ്ജ്. ആ ലോഡ്ജിലായി അവരുടെ താമസം. ഇതുവരെ അഗതി മന്ദിരത്തിലായിരുന്നു. ഇപ്പോ പണം കൊടുത്ത് താമസിക്കാവുന്ന പരുവത്തിലേക്ക് അവർ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. അഗതി മന്ദിരത്തിൽ പോലെയല്ല, ഇവിടെ ഒരുപാട് സൗകര്യങ്ങളാണ് അവർക്കുള്ളത്. അഗതി മന്ദിരത്തിൽ തുറസായ ഹാളിൽ നിരന്ന് കിടക്കുകയാണ് പതിവ്. ഇവിടെ അതല്ല. ഇവിടെ ഓരോരുത്തർക്കും ഒരു സെപ്പറേറ്റ് റൂം പോലെ തന്നെ തിരിച്ച സ്ഥലമുണ്ട്. റൂമാണെന്ന് ചോദിച്ച റൂമല്ല, പക്ഷെ അവിടെ അവർക്കുള്ള ആ ക്യൂബിക്കിളിനുള്ളിൽ സുഖമായി കഴിയാൻ കഴിയുന്ന ഒരു ബെഡും അതുപോലെ മേശയുമുണ്ട്. അതിനു പുറമെ ശരിക്കും ആഡംബരം എന്ന് വിളിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ ക്യൂബിക്കിളിലും ഓരോ ഇലക്ട്രിക് ലൈറ്റ് കൂടിയുണ്ട്. ബൾബ്, കത്തുന്ന ബൾബ്. അത് സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ വലിയൊരു ആഡംബരം തന്നെയാണ്. 500 റെസിഡൻസ് ആണ് അവിടെ ഉള്ളത്. അതിനു പുറമെ വിശാലമായ ഒരു ലൈബ്രറി, അതോടൊപ്പം ഒരു റീഡിംഗ് റൂം, 9 പത്രങ്ങൾ, എഴുതാനും വായിക്കാനുള്ള മറ്റ് സ്ഥലങ്ങൾ. ഹിറ്റ്ലറെയും ഹാനിഷിനെയും സംബന്ധിച്ചിടത്തോളം ശരിക്കും നല്ല സൗകര്യങ്ങൾ എന്ന് പറയാം. വായിക്കാനുള്ള സൗകര്യത്തിന് പുറമെ ഒരു എഴുത്തുമേശയും ഹിറ്റ്ലർക്ക് അവിടെ കിട്ടി. ആ എഴുത്തുമേശയുടെ അടുത്ത് ജനാലിനോട് ചേർന്ന് എപ്പോഴും പകൽ സമയത്ത് ഹിറ്റ്ലറെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഹിറ്റ്ലർ പെട്ടെന്ന് മേശപ്പുറത്തിരിക്കുന്ന ക്യാൻവാസിലേക്ക് ചിത്രം വരയ്ക്കുകയും ചെയ്യും. പിന്നെയും പുറത്തേക്ക് നോക്കിയിരിക്കും. കാണുന്നവർക്ക് ലേശം വട്ടാണെന്ന് തോന്നുന്ന ഒരു ശൈലിയാണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒരു ചിത്രം പൂർത്തീകരിക്കപ്പെടും. വീനയിലുള്ള ഏതെങ്കിലും പ്രസിദ്ധമായ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ലിൻസിലെ ഏതെങ്കിലും പ്രസിദ്ധമായ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഹിറ്റ്ലർക്ക് പരിചയമുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളോ ആയിരിക്കും ചിത്രങ്ങളായി മാറുക. വൈകുന്നേരം 8 മണി ആയി കഴിഞ്ഞാൽ പടം വരയ്ക്കാൻ പിന്നെ ഹിറ്റ്ലറെ കിട്ടില്ല. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് സ്വയം പഠനം എന്നൊരു പരിപാടിയിലേക്ക് ഹിറ്റ്ലർ കടക്കും. മറ്റു ഭാഷകൾ പഠിക്കുന്നതിനും വായിക്കുന്നതിനുമായി ഹിറ്റ്ലർ സമയം കണ്ടെത്തുന്നത് രാത്രി 8 മണി മുതലാണ്. 8 മണി വരെ മാത്രമേ ഹാനിഷിന് വേണ്ടി ചിത്രം വരയ്ക്കൂ. ഹാനിഷ് ആ ചിത്രങ്ങൾ വീന സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതുപോലെ അയാൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഫാം ഹൗസിലും ഒക്കെ വിൽക്കും. എന്തായാലും ശരി, വൈകുന്നേരമാവുമ്പോൾ ആ ചിത്രം ഹാനിഷ് വിറ്റിരിക്കും. പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. പല തരത്തിലുമുള്ള സ്വഭാവമുള്ള ആളുകൾ അവിടെയുണ്ട്. പക്ഷെ ഹിറ്റ്ലർ മദ്യപിക്കാനോ പുകവലിക്കാനോ മറ്റു ദുശ്ശീലങ്ങളിലേക്കോ ഇറങ്ങാൻ താല്പര്യമുള്ള ആളായിരുന്നില്ല. അത്തരം കൂട്ടുകെട്ടുകളിൽ ഒന്നിലും തന്നെ ഹിറ്റ്ലർ ചെന്നു പെട്ടതുമില്ല. പൂർണ്ണമായും അയാളുടെ വർക്കിന് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ കാലഘട്ടത്തിൽ ഹിറ്റ്ലർക്കുള്ളത്. ഇപ്പം ഹിറ്റ്ലർക്ക് 21 വയസ്സാണ് പ്രായം. 2 കൊല്ലം മുമ്പ് ക്യൂബിസിക്കിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴും ക്യൂബിസിക് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഹിറ്റ്ലറും ക്യൂബിസിക്കും കൂടി നടന്നു പോകുമ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുകൾ ഹിറ്റ്ലർക്ക് നേരെ പാറി വീഴുന്നത്. സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് ഹിറ്റ്ലറോട് വല്ലാത്തൊരു ആകർഷണമുണ്ടെന്ന് ആ കാലഘട്ടത്തിൽ ക്യൂബിസിക് നോട്ട് ചെയ്തിരുന്നു. ഇവിടെ 21ാമത്തെ വയസ്സിൽ ഹിറ്റ്ലർ ആണുങ്ങൾ മാത്രമുള്ള ആ ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ ആ ആണുങ്ങൾ മാത്രമുള്ള ബിൽഡിങ്ങിൽ പല സ്ത്രീകളും അവരെ കാണാനായി എത്തും. ആ പെൺകുട്ടികളും അല്ലെങ്കിൽ ആ സ്ത്രീകളും ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കുന്ന, വായിക്കുന്ന ഹിറ്റ്ലറെ നോട്ടപ്പെടാറുണ്ട്. പക്ഷെ ഹിറ്റ്ലറുടെ ശ്രദ്ധ അവർക്ക് ആർക്കും ആകർഷിക്കാൻ പറ്റിയില്ല. ഹിറ്റ്ലർ പൂർണ്ണമായും തന്റെ വർക്കിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മെൻസ് ഹോം ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും അവിടെ നടക്കാറുണ്ട്. ചെറുപ്പക്കാരായതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വരും. ആ സമയത്തൊന്നും ആ ചർച്ചയുടെ ഭാഗമായി ഹിറ്റ്ലർ പങ്കെടുക്കാറില്ല. എന്നാൽ രാഷ്ട്രീയ ചർച്ച വരുമ്പോൾ ഹിറ്റ്ലർ ആ ചർച്ചയിൽ ചെന്നുപെടും. വീനയിലെ രാഷ്ട്രീയം എപ്പോഴും ഹിറ്റ്ലറെ ആകർഷിക്കുന്ന വിഷയമാണ്. ജർമ്മൻ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് മറ്റ് ദേശങ്ങളിലുള്ള ആളുകൾ വന്ന് കുടിയേറി ഇപ്പോ ജർമ്മൻകാർ ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായി ആ വിഷയം ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് ആ സമയത്ത് ഇടയാക്കും. ആണുങ്ങൾ മാത്രമുള്ള കേന്ദ്രമായതുകൊണ്ട് രൂക്ഷമായ ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയിൽ പെട്ടുപോയാൽ സ്വാഭാവികമായും ഹിറ്റ്ലർക്ക് പടം വരയ്ക്കാൻ സമയം കിട്ടാതെ വരും. എല്ലാ ദിവസവും ഒരു പോസ്റ്റ് കാർഡെങ്കിലും വരച്ചു കൊടുക്കണമെന്നാണ് ഹാനിഷും ഹിറ്റ്ലറും തമ്മിലുള്ള കരാർ. ഹിറ്റ്ലർ പടം വരയ്ക്കാതെ ഈ പൊളിറ്റിക്കൽ ചർച്ചയുടെ പാർട്ടാകുന്നത് ഹാനിഷിന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതിന്റെ പേരിൽ പതുക്കെ ഹാനിഷും ഹിറ്റ്ലറും തമ്മിൽ വഴക്കുണ്ടായി തുടങ്ങിയാണ്. ഹാനിഷ് രാത്രി മടങ്ങിയെത്തിയാലുടൻ ആദ്യം നോക്കുന്നത് പിറ്റേ ദിവസം വിൽക്കാനുള്ള കാർഡ് വരച്ചിട്ടുണ്ടോ എന്നാണ്. ആ കാർഡ് വരച്ചിട്ടില്ല എന്ന് കണ്ടാൽ ഉടൻ തന്നെ ഹാനിഷ് ഹിറ്റ്ലർ തിരക്കിറങ്ങും. അപ്പോഴാണ് ഹിറ്റ്ലർ ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായി ഇരിക്കുന്ന കാണുന്നത്. ഹാനിഷ് ഉടൻ തന്നെ ഹിറ്റ്ലറെയും വലിച്ചിഴച്ച് റൂമിൽ കൊണ്ടുവരും. അവിടെ ഇരുത്തി വരപ്പിക്കും. ഇതാണ് ശൈലി. പല ദിവസവും അത് ഹിറ്റ്ലറും ഹാനിഷും തമ്മിലുള്ള ഉരസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഹാനിഷിന് ഹിറ്റ്ലർ ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കാളിയാകുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ജോലി ചെയ്ത് 4 കാശുണ്ടാക്കേണ്ട സമയത്ത് ആവശ്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനെന്നാണ് ഹാനിഷ് ഹിറ്റ്ലറോട് ചോദിക്കുന്നത്. ഒരു ദിവസം ഹാനിഷ് വന്നപ്പോൾ
ഹിറ്റ്ലറോട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഒരു ജൂതനാണ് ആള്. ജോസഫ് ന്യൂമാൻ എന്നാണ് അയാളുടെ പേര്. ഹിറ്റ്ലറും അയാളും തമ്മിലുള്ള അടുപ്പം ഹാനിഷ് അങ്ങോട്ട് തീരെ രസിക്കുന്നുണ്ടായിരുന്നില്ല. പല ദിവസങ്ങളിലും ന്യൂമാനെ ഹിറ്റ്ലറും തമ്മിൽ സംസാരിക്കുന്നത് ഹാനിഷ് കാണാറുണ്ട്. ഹാനിഷിനാണെങ്കിൽ ആ ന്യൂമാനെ തീരെ ഇഷ്ടമല്ല. ഒരു ദിവസം ഹാനിഷ് മടങ്ങി വരുമ്പോ അറിയുന്നത് ഹിറ്റ്ലറെയും ന്യൂമാനെയും കാണാനില്ലെന്നാണ്. അവരെങ്ങോട്ട് പോയെന്ന് ഒരു പിടിയുമില്ല. ആ മെൻസ് ഹോസ്റ്റലിലെ മറ്റ് അന്തേവാസികളുടെ തിരക്കിപ്പോ രണ്ടുപേരും കൂടി പുതിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് മുങ്ങിയതാണെന്നുള്ള വിവരം ഹാനിഷ് അറിയുന്നു. ഒരു കച്ചവട ഫാമിലിയുമായി ബന്ധമുള്ള ആളാണ് ന്യൂമാൻ. ന്യൂമാൻ ഹിറ്റ്ലർ പറഞ്ഞു മോഹിപ്പിച്ച് ആ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയതാണ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ന്യൂമാന്റെ ബിസിനസ് നടക്കില്ലെന്ന് മനസ്സിലായി. ന്യൂമാൻ ബിസിനസ് ഉപേക്ഷിക്കുന്നു. ആകെ ചമ്മിയ ഹിറ്റ്ലർ മടങ്ങി തിരിച്ച് വീണ്ടും മെൻസ് ഹോസ്റ്റലിൽ വരുന്നു. ഹാനിഷിനെ കാണുന്നു. ആദ്യം വന്ന ഹാനിഷ് ഹിറ്റ്ലറോട് അടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നെ പെട്ടെന്ന് കൂട്ടായി. വീണ്ടും അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ ബിസിനസ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടുപേരും അടിച്ചു പിരിയുകയാണ്. ഹിറ്റ്ലർ വരച്ചു കൊടുത്ത 2 ചിത്രങ്ങളുടെ പൈസ ഇതുവരെയായിട്ട് ഹാനിഷ് കൊടുത്തില്ലെന്നാണ് ഹിറ്റ്ലറുടെ പരാതി. 1910 ഓഗസ്റ്റ് 5-നാണ് ഹാനിഷിനെതിരായിട്ട് ഹിറ്റ്ലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഹിറ്റ്ലറുടെ കയ്യിൽ നിന്ന് വിൽക്കാനായി ചിത്രങ്ങളുമായി പോയ ഹാനിഷിനെ കാണാനില്ല. അയാൾ ഹിറ്റ്ലർ പറ്റിച്ചുവെന്നാണ് ഹിറ്റ്ലർ പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതി. പോലീസ് ഹിറ്റ്ലർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഹാനിഷിനെ അന്വേഷിച്ചു തുടങ്ങി. കുറെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് മറ്റൊരു മെൻസ് ഹോസ്റ്റലിൽ വേറൊരു പേരിൽ ഹാനിഷ് മുറിയെടുത്ത് താമസിക്കുന്നതായി കണ്ടത്. അങ്ങനെ ഹാനിഷിനെ പോലീസ് പിടിച്ചു. പാർലമെന്റ് എന്ന് പേരിട്ട ഒരു പെയിന്റിംഗ് ഹിറ്റ്ലർ വരച്ച് ഹാനിഷിനെ ഏൽപ്പിച്ചിരുന്നു. 50 ക്രൗൺ വിലയുള്ള ചിത്രമാണ്. പിന്നീട് ഒരു വാട്ടർ കളർ പെയിന്റിംഗ് ആണ്, അത് 9 ക്രൗണിന്റെയാണ്. ആ പെയിന്റിങ്ങുമായി മുങ്ങിയ ഹാനിഷ് മറ്റൊരു പേരിൽ മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വാഭാവികമായി ഹാനിഷ് ശിക്ഷിക്കപ്പെട്ടു, ജയിലിലാകുന്നു. തൽഫലമായി അയാളുടെ ചിത്രങ്ങൾ വിൽക്കാനായി ഹിറ്റ്ലർ പുതിയ ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഹിറ്റ്ലർ പെയിന്റിങ്ങുകൾ വിൽക്കുന്ന കടകളിൽ കയറി ഇറങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ 2 ജൂതന്മാരുടെ കടകൾ കണ്ടു. അവർ ഹിറ്റ്ലറുടെ പെയിന്റിംഗ് വിൽക്കാമെന്ന് സമ്മതിച്ചു. ജേക്കബ് ആൾട്ടൻബർഗ് എന്നും സാമുൽ എന്നും പേരുള്ള ആ 2 ജൂത കച്ചവടക്കാർ ഹിറ്റ്ലർക്ക് വളരെ ഉയർന്ന പ്രതിഫലമാണ് ഓരോ ചിത്രത്തിനും നൽകുന്നത്. സാവധാനം ഹിറ്റ്ലറുടെ സാമ്പത്തിക സ്ഥിതി ഉയരുകയാണ്. ഹനീഷ് കൊണ്ടുപോയി വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റിരുന്ന ചിത്രങ്ങൾ ഈ കടകളിലൂടെ വൻ വിലയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. അതിന് ഹിറ്റ്ലർക്ക് ലഭിക്കുന്ന പ്രതിഫലവും വളരെ ഉയർന്നതായി. സ്വാഭാവികമായിട്ടും ഹിറ്റ്ലർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നൊരു തോന്നൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്നു. 1911 മാർച്ച് ആ മാസത്തിന് അവസാനമാണ് ഹിറ്റ്ലറുടെ ആന്റി ജോവനയുടെ മരണം. ജോവന മരിച്ചതോടുകൂടി കുറെ സമ്പാദ്യം ഹിറ്റ്ലർക്ക് കിട്ടുകയാണ്. പക്ഷെ ആ സമയത്ത് ഹിറ്റ്ലറുടെ അർദ്ധ സഹോദരി ആഞ്ചല ഒരു ആവശ്യമായി ഹിറ്റ്ലറെ സമീപിച്ചു. ആഞ്ചലയുടെ ഭർത്താവ് തൊട്ടു മുമ്പിലത്തെ വർഷം മരിച്ചു പോയിരുന്നു. അവർക്ക് 3 കുട്ടികളാണ്. ആ 3 കുട്ടികളെ നോക്കണം, ഹിറ്റ്ലറുടെ സഹോദരി പൗളയും നോക്കണം. അതുകൊണ്ട് ഹിറ്റ്ലർക്ക് ലഭിക്കുന്ന പെൻഷൻ തുക ഇനി ഹിറ്റ്ലർ വാങ്ങരുത്, അത് പൗളയ്ക്ക് കൊടുക്കണമെന്ന് ആഞ്ചല ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി നേടിക്കഴിഞ്ഞാൽ ഹിറ്റ്ലർ അക്കാര്യം സമ്മതിച്ചു. അന്നു മുതൽ അച്ഛനും അമ്മയും മരിച്ചുപോയ ഗവൺമെന്റ് സർവൻസിന്റെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക പൂർണ്ണമായി ഹിറ്റ്ലർ സഹോദരി പൗളയ്ക്ക് വിട്ടുകൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിത്രം വരയ്ക്കുന്ന ഹിറ്റ്ലർ ആ കാലഘട്ടത്തിൽ മെൻസ് ഹോമിൽ താമസം ഉണ്ടായിരുന്നവരുടെയൊക്കെ മനസ്സിലുള്ള ചിത്രമാണ്. ശരിക്കും ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ, കവിളൊക്കെ ഒട്ടിയ ഒരു ചെറുപ്പക്കാരൻ. അഗാധമായ ഒരു ചിന്തയാണ് പലപ്പോഴും അയാളുടെ മുഖത്തുണ്ടാകുക. പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഉണരുന്നതും ചിത്രം വരച്ചു തുടങ്ങുന്നതും കാണാറുണ്ട്. പക്ഷെ അയാളൊരു നല്ല ചിത്രകാരനായതുകൊണ്ട് തന്നെ ആ മെൻസ് ഹോമിലെ എല്ലാ ആളുകൾക്കും ഒരു വല്ലാത്ത കൗതുകവും ഒരു ബഹുമാനവും ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവർ പരസ്പരം പറയും, ഒരു നല്ല ചിത്രകാരൻ നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും നല്ലത് തന്നെ. പലപ്പോഴും ആ മെൻസ് ഹോമിൽ പൊളിറ്റിക്കൽ വിഷയവുമായി ബന്ധിപ്പിച്ച ചർച്ച നടക്കുന്നത് മിക്കവാറും ഹിറ്റ്ലർ വരയ്ക്കുന്ന മേശയുടെ ചൂടിൽ നിന്നാവും. ഹിറ്റ്ലർക്ക് സമീപം നിൽക്കുന്ന ആളുകൾ ഹിറ്റ്ലർ വരയ്ക്കുന്ന ചിത്രത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങും. പതുക്കെ പതുക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ കടന്നു വരും. ഹിറ്റ്ലർ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും. അതിനിടയിൽ ഹിറ്റ്ലറുടെ അഭിപ്രായം പറയും. ആ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷവും എതിരാണെന്ന് കണ്ടാൽ, പെട്ടെന്ന് ഹിറ്റ്ലർ ചാടി എണീക്കും. അയാളുടെ ബ്രഷ് ആ മേശയുടെ പുറത്തുകൂടി വലിച്ചെറിയും. എന്നിട്ട് അയാളുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി പറയും. അടിച്ചേൽപ്പിക്കുന്ന ശൈലിയിലാണ് ഹിറ്റ്ലർ ആ സമയത്ത് പറയുക. അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഹിറ്റ്ലർക്ക് പറയാനുള്ള കാര്യം ഹിറ്റ്ലർ പറയുക തന്നെ ചെയ്യും.
അങ്ങനെ ഒരു ശീലം ഹിറ്റ്ലർക്ക് ഉള്ളതായി ആ കാലഘട്ടത്തിൽ മെൻസ് ഹോമിലെ താമസക്കാർ പലരും പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചർച്ചയിൽ പലപ്പോഴും ജൂതൻ വിഷയം കടന്നു വരാറുണ്ട്. പക്ഷെ ഒരു ജൂത വിരോധം ഹിറ്റ്ലർ പ്രകടിപ്പിക്കുന്നതായി ആർക്ക് തോന്നിയിട്ടില്ല. ജൂതന്മാരൊരു വിഷയമായി ഹിറ്റ്ലർ മനസ്സിൽ വേരുറച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു എന്നർത്ഥം. എന്നാൽ ഇതേ വീനയിൽ വെച്ച് തന്നെ സാവധാനം ഒരു ജൂത വിരോധം ഹിറ്റ്ലറിലേക്ക് വരികയാണ്. ഒരുപാട് ജൂതന്മാരാണ് ഓസ്ട്രിയ ഹംഗറിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീനയിൽ എത്തിയിട്ടുള്ളത്. മിടുക്കന്മാരായ ജൂതന്മാർ വിവിധ തരത്തിലുള്ള ഷോപ്പുകളുടെ ഓണേഴ്സ് ആയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആണ്. പതുക്കെ സമൂഹത്തിൽ പല മേഖലയിലും അവർ അപ്പർ ഹാൻഡ് നേടുന്നത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജർമ്മൻകാരായ ആളുകൾ നോക്കി കണ്ടിരുന്നു. അത് സാവധാനം ഒരു എതിർപ്പിലേക്ക് നീങ്ങുകയാണ്. ഷൂളറുടെ പാർട്ടിയാണെങ്കിലും ലീഗറുടെ പാർട്ടിയാണെങ്കിലും രണ്ടുപേരും അടിസ്ഥാനപരമായി ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ പാർട്ടിക്കാരാണ്. അവർ രണ്ടുപേരും ഈ ജൂതന്മാർക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്നു. ആദ്യമൊന്നും അതിനോട് പ്രത്യേക താല്പര്യം ഹിറ്റ്ലർ കാണിച്ചിരുന്നില്ലെങ്കിലും ക്രമേണ സകലരും ജൂതർക്കെതിരെ സംസാരിക്കുന്നത് ഹിറ്റ്ലറുടെ ശ്രദ്ധയിലും പെടുകയാണ്. ഇതേ സമയത്ത് വീന ആസ്ഥാനമാക്കി നാടകങ്ങളും കവിതകളും കാവ്യങ്ങളും എഴുതിയിരുന്ന പ്രസിദ്ധനായ ചിന്തകൻ ഗൈഡോ ഓൺലിസ്റ്റിന്റെ ചില ചിന്തകൾ ആസ്ട്രിയൻ സമൂഹത്തിലും ജർമ്മൻ സമൂഹത്തിലും ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന സമയമാണ്. അദ്ദേഹം ക്രിസ്തുവിന് മുമ്പുള്ള മതത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ക്രിസ്തു മതത്തിന് മുമ്പ് ജർമ്മൻകാർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹം വരച്ചു കാട്ടുന്നത്. അദ്ദേഹം മനുഷ്യ സമൂഹത്തെ ആര്യന്മാരെന്നും ആര്യന്മാര് അല്ലാത്തവരെന്നും രണ്ടായി തിരിക്കുകയും ആര്യന്മാർ എന്ന് പറയുന്ന ജർമ്മൻകാരാണെന്ന് അയാളുടെ കഥകളിലൂടെ സമർത്ഥിക്കുകയും ചെയ്യുകയാണ്. പതുക്കെ ആ ചിന്ത ജർമ്മനിയിലെയും ഓസ്ട്രിയ ഹംഗറിയിലെ ജർമ്മൻ സംസാരിക്കുന്ന ഭാഗങ്ങളിലെയും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ചിന്തയായി വളരുകയാണ്. ആര്യന്മാരാണ് ജർമ്മൻകാർ. ക്രിസ്തുവിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങളോളം ഭൂമി അടക്കി ഭരിച്ചവരാണ് ആര്യന്മാർ എന്നൊക്കെയുള്ള ശൈലിയുള്ള ചിന്തകളാണ് ഈ ഓൺലിസ്റ്റ് പതുക്കെ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഓൺലിസ്റ്റ് ഒരു ദേശീയ ഹീറോയായി ആ ചിന്ത വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും ആര്യന്മാര് അല്ലാത്ത ആളുകളോടുള്ള എതിർപ്പും ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഉണ്ടായി വരികയാണ്. ഹിറ്റ്ലർ വീനയിൽ എത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് 1906 തന്നെ ഓൺലിസ്റ്റിന്റെ ഒരു ശിഷ്യൻ ജോസഫ് അഡോൾഫ് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. ഒസ്റ്റാര എന്ന നാമധേയത്തിലുള്ള ആ സംഘടനയ്ക്ക് അങ്ങനെ തന്നെ ഒരു മാഗസിനുമുണ്ട്. അത് പ്രചരിപ്പിക്കുന്നത് ഒരു പ്രത്യേക സിദ്ധാന്തമാണ്. ആര്യവംശത്തെക്കുറിച്ചുള്ള ഗവേഷണവും ആര്യവംശത്തിന്റെ വളർച്ചയും അതാണ് ആ സംഘടനയുടെ ലക്ഷ്യം. ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ആ പ്രസ്ഥാനവും ആ മാഗസീനും മുന്നോട്ട് വയ്ക്കുകയാണ്. 1906 മുതൽ റെഗുലറായി പ്രസിദ്ധീകരിക്കുന്ന ഒസ്റ്റാറ ഹിറ്റ്ലർ താമസിക്കുന്ന മെൻസ് ഹോമിലും സ്ഥിരമായി വരുത്തുമായിരുന്നു. വളരെ യാദൃശികവശാലാണ് ഒസ്റ്റാര മാഗസീൻ ഹിറ്റ്ലർ വായിച്ചു തുടങ്ങുന്നത്. പതുക്കെ ഹിറ്റ്ലർ ആ മാഗസീന്റെ ഒരു സ്ഥിരം വായനക്കാരനാവുകയാണ്. എല്ലാ ദിവസവും 8 മണി മുതൽ സ്വയം പഠനം നടത്തുന്ന ഒരു പ്രക്രിയ ഹിറ്റ്ലർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ ഒസ്റ്റാറയിൽ വായിച്ച കാര്യങ്ങൾ സ്വയം പറഞ്ഞു നോക്കുന്നത് ഈ സമയത്താണ്. ഓർമ്മയിൽ നിൽക്കേണ്ട കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് ഹിറ്റ്ലർ ഉറപ്പിക്കുന്നത് ഈ സ്വയം പഠന സമയത്താണ്. ഒസ്റ്റാറയിൽ നിന്നുള്ള പല വാചകങ്ങളും പല ചിന്തകളും ഇങ്ങനെ ഹിറ്റ്ലർ സാവധാനം അയാളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. സാവധാനം ആര്യന്മാരുടെ ഒരു മേധാവിത്വം ഹിറ്റ്ലർ മനസ്സിൽ രൂപം കൊണ്ടുവരികയാണ്. അതിന് ഒസ്റ്റാറ എന്ന മാഗസിൻ ശരിക്കും കാരണമായിട്ടുണ്ട്. അതോടൊപ്പം ഹിറ്റ്ലറുടെ സ്വയം പഠനവും പ്രാക്ടീസും. ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അതുമായി ബന്ധിപ്പിച്ച് അനവധി കാര്യങ്ങൾ ഹിറ്റ്ലർ ആലോചിക്കും. അതിങ്ങനെ സ്വയം പറഞ്ഞു നോക്കും. കാണുന്നവർക്ക് വട്ടാണെന്ന് തോന്നുന്ന ശൈലിയിലാണ് ഹിറ്റ്ലർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞ് ഹിറ്റ്ലർ അതിൽ പ്രാവീണ്യം നേടുകയാണ്. സ്വയം സംസാരിക്കുന്ന ഹിറ്റ്ലർ യഥാർത്ഥത്തിൽ അനവധി റോൾ പ്ലേകളാണ് നടത്തുന്നത്. ആര്യന്മാരാണ് ലോകത്തിന്റെ നേതാക്കളാകേണ്ടതെന്ന് ഒരു വിഭാഗം പറയുന്നതായിട്ട് ഹിറ്റ്ലർ പറയും, സ്വയം പറയും. അതിനെതിരായി മറ്റൊരു ടീം പറയുന്നതായിട്ട് പറയും. ഈ വാദമുഖങ്ങൾ സ്വയം നടത്തി നോക്കുന്ന ഒരു ശൈലിയാണ് ഹിറ്റ്ലർക്കുള്ളത്. അതുപോലെ തന്നെ വീനയിൽ ജൂതന്മാർക്കെതിരായി ഉണ്ടായി വരുന്ന ഒരു മനോഭാവം ഹിറ്റ്ലർ കാണുന്നുണ്ട്. ജൂതന്മാർക്ക് അനുകൂലമായി ഹിറ്റ്ലർ സംസാരിക്കും, ജൂതന്മാർക്ക് എതിർത്തും ഹിറ്റ്ലർ സംസാരിക്കും. രണ്ട് വാദമുഖങ്ങളും
ഉരച്ചു നോക്കുന്ന ഒരു ശൈലി സ്വയം ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ പ്രാക്ടീസ് പിൽക്കാലത്ത് ഹിറ്റ്ലർക്ക് ഒരുപാട് ഗുണമായിട്ടുണ്ട്. ആ വാദമുഖങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹിറ്റ്ലർ പോലും അറിയാതെ സാവധാനം ജൂതന്മാർക്ക് എതിരായിട്ടുള്ള വാദമാണ് ഹിറ്റ്ലർ ഭാഗത്ത് വിജയിക്കുന്നത്. രണ്ട് ഭാഗത്തും ഹിറ്റ്ലറാണ് വാദിക്കുന്നതെങ്കിലും ജൂതന്മാർക്ക് എതിരായിട്ടുള്ള വികാരങ്ങളും ചിന്തകളുമാണ് സാവധാനം ഹിറ്റ്ലർ ഉറച്ചു വരുന്നത്. ഇതേ സമയത്ത് പകൽ സമയത്ത് അനവധി ജൂതന്മാരെ ആ മെൻസ് ഹോമിൽ ഹിറ്റ്ലർ കാണാറുണ്ട്. അവരോടൊക്കെ ശരിക്കും സൗഹൃദത്തിലാണ് ഹിറ്റ്ലർ പെരുമാറുന്നത്. പകൽ സമയത്ത് തന്നെയാണ് ഹിറ്റ്ലർ കടകളിലേക്ക് ചിത്രങ്ങൾ കൊണ്ടുപോകുന്നത്. ജൂതന്മാർ ഉടമസ്ഥരായിട്ടുള്ള കടകൾ, ജൂതന്മാർ സെയിൽസ് പേഴ്സൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെ ഹിറ്റ്ലർ ചെല്ലുന്ന സ്ഥലങ്ങളാണ്. അവരോടൊക്കെ ശരിക്കും സൗഹൃദത്തിലാണ് ഹിറ്റ്ലർ ഇടപെടുന്നത്. പകൽ സമയത്ത് ഒരുപാട് ജൂതന്മാരെ ആ ശൈലിയിൽ ഹിറ്റ്ലർ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ രാത്രിയിൽ സ്വയം പഠനം നടത്തുന്ന ഹിറ്റ്ലർ ഓസ്റ്റാറയുടെ ലേഖനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ജൂത വിരോധിയായി ഹിറ്റ്ലർ പോലും അറിയാതെ ഹിറ്റ്ലർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ മനസ്സിൽ വേരുറച്ചുപോയ ഒരു ചിന്ത ജൂതന്മാരെ കുറിച്ചുള്ള ഒരു പ്രസിദ്ധമായ വാചകമാണ്. ലോകത്തെ ഏത് സ്ഥലത്ത് ജൂതന്മാർ താമസിച്ചാലും ഒരിക്കലും ജൂതന്മാർ ആ സ്ഥലത്തിന്റെ ഭാഗമാകുന്നില്ല. അപ്പോഴും അവർ ഫോറിനേഴ്സായി തന്നെ നിലനിൽക്കുന്നു. ആസ്ട്രിയ ഹംഗറിയുടെ തലസ്ഥാനമായ വീനയിൽ ജൂതന്മാർ താമസിക്കുമ്പോഴും അവരുടെ മനസ്സ് പൂർണ്ണമായും ജെറുസലേമിലാണ്. ജർമ്മനിയിൽ താമസിക്കുന്ന ജൂതനാണെങ്കിലും ഭാരതത്തിൽ താമസിക്കുന്ന ജൂതനാണെങ്കിലും മാനസികാവസ്ഥ ഒന്നു തന്നെയാണ്. എപ്പോഴും ചിന്തയും സംസ്കാരവും അവർ ജെറുസലേമിന് നേർക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ്. താമസിക്കുന്ന മണ്ണിനോട് കൂറ് കാണിക്കാത്തവരാണ് ജൂതന്മാർ. അങ്ങനെ ഒരു ചിന്തയാണ് ഹിറ്റ്ലർക്ക് ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നത്. ആര്യന്മാരെ കുറിച്ചുള്ള ഒരു ബോധവും ജൂതന്മാർക്ക് എതിരായിട്ടുള്ള ചിന്തയും ഹിറ്റ്ലർ ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ ഫലമായി സാവധാനം ഒരു ചിന്ത ഹിറ്റ്ലർ ഉറയ്ക്കുകയാണ്. ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ചിന്ത. ആസ്ട്രിയ ഹംഗറിയുടെ ഭാഗമായ വീനയിലാണ് കുറെ നാളായി ഹിറ്റ്ലർ താമസിക്കുന്നത്. ഹിറ്റ്ലർ മനസ്സിൽ ജർമ്മനിയിലേക്ക് കുടിയേറാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. മ്യൂണിച്ചാണ് അതിന് പറ്റിയ സ്ഥലമായി ഹിറ്റ്ലർ കണ്ടെത്തിയത്. വീനേക്കാൾ നന്നായി അയാളുടെ ചിത്രങ്ങൾ വിറ്റുപോകാൻ പറ്റിയ സ്ഥലം ജർമ്മനിയിലെ മ്യൂണിച്ചാണെന്നൊരു ചിന്ത ഹിറ്റ്ലർക്ക് ഇതിനിടയിൽ എങ്ങനെയോ വന്നിരുന്നു. മ്യൂണിച്ചിലേക്ക് പോകണമെങ്കിൽ ശരിക്കും പണം ആവശ്യമുണ്ട്. അപ്പോഴാണ് ഹിറ്റ്ലർ തനിക്ക് 24 വയസ്സ് ആകുന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മിച്ചത്. 1913 ഏപ്രിൽ 20 ഹിറ്റ്ലർക്ക് 24 വയസ്സ് പൂർത്തിയാവുകയാണ്. 24 വയസ്സായാൽ അച്ഛൻ ഹിറ്റ്ലറുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുള്ള സംഖ്യ ഹിറ്റ്ലർക്ക് കിട്ടും. 650 ക്രൗണാണ് അച്ഛൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് വാങ്ങാനായിട്ട് ഹിറ്റ്ലർ ലിൻസ് പട്ടണത്തിലേക്ക് ചെന്നു. അവിടുത്തെ അധികാരികളെ കണ്ട് ക്ലെയിം ചെയ്തു. എല്ലാ ഡോക്യുമെന്റ്സും പൂർത്തീകരിച്ചു കൊടുത്തപ്പോൾ അവർ ഹിറ്റ്ലർക്ക് പണം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. മെയ് 16 ഹിറ്റ്ലർക്ക് പണം കിട്ടുന്നത്. പണം എണ്ണി നോക്കിയ ഹിറ്റ്ലർക്ക് ഭയങ്കര സന്തോഷമായി. അത് 819 ക്രൗണായി വളർന്നിരിക്കുന്നു. നല്ലൊരു സംഖ്യയാണ്. വീനയിൽ മടങ്ങിയെത്തിയ ഹിറ്റ്ലർ എല്ലാ ആളുകളോടും അയാൾ മ്യൂണിച്ചിൽ പോകുന്ന കാര്യം പറഞ്ഞു. വീനയിലെ അധികാരികളേക്ക് അയാൾ വിവരം അറിയിക്കുകയും ചെയ്തു. ചരിത്രം സൃഷ്ടിച്ച ആ യാത്ര അന്ന് ആരംഭിക്കുന്നു. 1913 മെയ് 25 അന്നാണ് വീനയിൽ നിന്ന് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അയാളുടെ വാഗ്ദത്ത ഭൂമിയെന്നോ സ്വപ്നഭൂമിയെന്നോ വിളിക്കാവുന്ന ജർമ്മനിയിലേക്കുള്ള യാത്രയാണ്. ഹിറ്റ്ലറോടൊപ്പം ഒരു സുഹൃത്ത് കൂടിയുണ്ട്. ഹിറ്റ്ലറേക്കാൾ 4 വയസ്സ് എളുപ്പമുള്ള ഹസ്ലറാണ് കൂടെ ഉള്ളത്. 2 മാസം മുമ്പ് ഹിറ്റ്ലർ മെൻസ് ഹോമിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പയ്യൻസാണ് ഹസ്ലർ. ഹസ്ലർക്ക് അന്ന് 20 വയസ്സാണ് പ്രായം. ഹസ്ലറുടെ അമ്മയാണ് ഈഥ. ഈഥയെ ഹിറ്റ്ലർ പോയി കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ഹസ്ലർ കൂടി ഹിറ്റ്ലറോടൊപ്പം ഈഥ വിടുകയാണ്. കൊച്ചു പയ്യൻസാണെങ്കിലും ഹിറ്റ്ലറുടെ ഏതാണ്ട് അതേ സ്വഭാവമാണ് ഹസ്ലർക്ക് ഉള്ളത്. ഒരു ആർട്ടിസ്റ്റാണ്, ഓപ്പറ ആർട്ടിസ്റ്റാണ്. പഠനം ഹിറ്റ്ലറെ പോലെ തന്നെ പാതി വഴിക്ക് ഉപേക്ഷിച്ച ആളാണ്. ഹിറ്റ്ലർ ചിന്തയുമായി ഒത്തുപോകുന്ന ആളാണെന്ന് കണ്ടതുകൊണ്ടാണ് ഹിറ്റ്ലർ ഹസ്ലർ കൂടി കൂട്ടിയിരിക്കുന്നത്. രണ്ടുപേരും മ്യൂണിച്ചിലേക്കുള്ള ആ ട്രെയിനിൽ കയറി. 1913 മെയ് 25 വീനയിൽ നിന്ന് അവർ രണ്ടുപേരും വഹിച്ചുള്ള ട്രെയിൻ മ്യൂണിച്ചിലേക്ക് നീങ്ങുകയാണ്. ചരിത്രം തിരുത്തിയ അനവധി സംഭവങ്ങളുടെ തുടക്കമാണ് ആ യാത്ര. ആ കഥയുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. ഇതുവരെ ഹിറ്റ്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഈ കഥ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.